വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നമുക്ക് PHP വൈൽ ലൂപ്പും ഡു വൈലും എന്താണെന്ന് നോക്കാം. ഞാൻ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന കോഡ് കമൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് അത് ഫോൾസ് ആവുന്നത് വരെ, എപ്പോഴൊക്കെ അത് ട്രൂ ആണോ അതുവരെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കോഡ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്താണോ കോഡ് കൊടുക്കുന്നത് ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. വൈൽ ലൂപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കണ്ടീഷൻ കൊടുക്കാം. എന്നിട്ട് ആ കണ്ടീഷനിലേക്ക് എന്താണോ നമുക്ക് പാസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഉള്ളിൽ എന്താണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ കോഡ് ബ്ലോക്ക് വൈൽ ലൂപ്പിൻ്റെ ബോഡിക്കകത്ത് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു കൗണ്ട് ഡൗൺ ടൈമർ നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് 10-ൽ നിന്ന് തുടങ്ങിയിട്ട് 0-ൽ എൻഡ് ചെയ്യുന്ന ഒരു കൗണ്ട് ഡൗൺ ടൈമർ. അപ്പോൾ ആദ്യം നമ്മൾ ആ വേരിയബിൾ ടൈം എന്ന് പറയുന്നത് 10 ആയിട്ട് സെറ്റ് ചെയ്യാം. ടൈം ഇപ്പോൾ 10 ആണുള്ളത്. 10 മുതൽ താഴോട്ടേക്ക് 0 വരെയാണ് ഇത് കൗണ്ട് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ജസ്റ്റ് എക്കോ ചെയ്യാം, കൗണ്ട് ഡൗൺ യൂസിങ് വൈൽ ലൂപ്പ്. നമ്മൾ ഈ PHPയിൽ കോഡ് എക്കോ ചെയ്യുന്ന സമയത്ത് HTML ആയിട്ടാണ് എക്കോ ചെയ്യുക. അപ്പോൾ ന്യൂ ലൈൻ, ഒരു ലൈൻ ബ്രേക്ക് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു BR ടാഗ് കൂടെ ഇടും. അതിനുശേഷം ഇനി നമുക്ക് വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. വൈൽ ലൂപ്പിന് വേണ്ടിയിട്ട് വൈൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ കണ്ടീഷനിലേക്ക് നമ്മൾ എന്താണ് നമ്മളെ കണ്ടീഷൻ അത് പാസ് ചെയ്ത് കൊടുക്കും. ഇവിടെ നമ്മൾ ടൈം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. 0 എത്തുമ്പോൾ അത് നിൽക്കണം, അതാണ് കണ്ടീഷൻ. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ $ടൈം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മളെ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ 10 ആണുള്ളത്. അപ്പോൾ അത് ട്രൂ ആണ്. പിന്നെ നമ്മൾ ആ കണ്ടീഷൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഈ ടൈം വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യണം. ഇനി ആ വൈൽ ലൂപ്പിൻ്റെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. ഇതാണ് വൈൽ ലൂപ്പിൻ്റെ ബോഡി എന്ന് പറയുന്നത്. നമ്മൾ ഈ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ടൈം വേരിയബിൾ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ വൈൽ ലൂപ്പ് ഇൻഫൈനൈറ്റ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടേയിരിക്കും, അത് സ്റ്റോപ്പ് ചെയ്യില്ല. അങ്ങനെ നമ്മൾ സിസ്റ്റം ക്രാഷ് ആവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഈ കണ്ടീഷൻ ഒരു ഫാൾസ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു സ്പെസിഫിക് കണ്ടീഷനിൽ അത് എൻഡ് ചെയ്യണം. എൻഡ് ചെയ്യാത്ത ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ലൂപ്പിലേക്ക് ഇത് പോകാൻ പാടില്ല. അപ്പം ഞാൻ ആദ്യം എക്കോ എന്താണ്, നമ്മൾ ടൈം എത്രയാണെന്നുള്ള എക്കോ ചെയ്യണം. ആദ്യം 10 അല്ലേ. അതിനുശേഷം ആദ്യം 10 എന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് 9 ആവണം അല്ലേ, ടൈം 9 ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ വേരിയബിളിനെ മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടൈം എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ മൈനസ്, അതായത് ആ വേരിയബിളിൽ നിന്ന് 1 മൈനസ് ചെയ്യും. ഇതാണ് ഈ ഒരു വൈൽ ലൂപ്പ്. അപ്പോൾ എന്ത് സംഭവിക്കും, ആദ്യം നമ്മൾ 10 ആണ് കൊടുത്തത്. ഈ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ആ 10 പ്രിൻറ്റ് ചെയ്യും, എന്നിട്ട് അത് 1 മൈനസ് ചെയ്യും, 9 ആവും. വീണ്ടും ആ കണ്ടീഷൻ്റെ ഉള്ളിൽ കയറും, ട്രൂ ആയതുകൊണ്ട് വീണ്ടും 9 പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ 0 വരെ പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ 0 കഴിഞ്ഞതിന് ശേഷം അടുത്ത ലെവലിലേക്ക് കോഡ് പോകും. ഇവിടെ നമുക്ക് ബ്ലാസ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ കോഡ് ബ്രൗസറിലൊന്ന് റൺ ചെയ്ത് നോക്കാം. കൗണ്ട് ഡൗൺ യൂസിങ് വൈൽ ലൂപ്പും നമ്മൾ ഫസ്റ്റ് കൊടുത്ത ഒരു എക്കോ വന്നിട്ടുണ്ട്. അതിനുശേഷം BR ന്യൂ ലൈനിൽ വന്നു, 10 പ്രിൻറ്റ് ചെയ്തു, ആ 3 ഡോട്ട് വന്നു, പിന്നെ 9 3 ഡോട്ട്, അങ്ങനെ 0 വരെ വന്നു. ലാസ്റ്റ് ബ്ലാസ്റ്റും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ഈ കണ്ടീഷൻ, അതായത് ടൈം മൈനസ് ചെയ്തിട്ടില്ലെങ്കിൽ ഓൾവേസ് ഇത് 10 ആയിരിക്കും. അപ്പോൾ ആദ്യം എക്സിക്യൂട്ട് ചെയ്ത് വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും, വീണ്ടും അത് 10 തന്നെയാണ്, വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും, അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ സിസ്റ്റം ക്രാഷ് ആവും. അതുകൊണ്ട് വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കണ്ടീഷൻ കൊടുത്തിരിക്കണം. ഇനി വൈൽ ലൂപ്പ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡു വൈൽ. ഡു വൈൽ ഉപയോഗിക്കുന്നത്, ഇവിടെ വൈൽ ലൂപ്പ് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇതിൽ കയറുള്ളൂ. അപ്പോൾ ഇവിടെ -1 ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ -1 ആണ് നമ്മൾ കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കണ്ടീഷൻ എന്തല്ല, ട്രൂ അല്ല. നോക്കാം, ചെക്ക് ചെയ്യാം. കൗണ്ട് ഡൗൺ യൂസിങ് വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞു, പിന്നെ ലാസ്റ്റ് ബ്ലാസ്റ്റും വന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള ടൈമൊന്നും എണ്ണില്ല, പെട്ടെന്ന് തന്നെ ബ്ലാസ്റ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഓടാനൊന്നും ടൈം കിട്ടിയിട്ടില്ല, പെട്ടെന്ന് ബ്ലാസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു നമ്മളുടെ സിസ്റ്റം എററാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ വൈൽ ലൂപ്പിന് വരെ ഡു വൈലാണ് കൊടുക്കുന്നതെങ്കിലോ, ഇനി കോഡൊന്ന് കോപ്പി ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, ഇത് കമൻറ്റ് ചെയ്ത് വെക്കാം. ടൈം തൽക്കാലം 10 തന്നെ എടുക്കട്ടെ. കൗണ്ട് ഡൗൺ യൂസിങ് ഡു വൈൽ. ഡു വൈൽ ലൂപ്പിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്. ഡു, പിന്നെ അതിൻ്റെ ബ്രാക്കറ്റ് ബോഡി, അതിൻ്റെ ഉള്ളിൽ എന്താണോ സംഭവിക്കേണ്ടത് കോഡ്, പിന്നെ വൈൽ കണ്ടീഷൻ, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ വൈൽ കണ്ടീഷൻ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് കട്ട് ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. പിന്നെ എന്താണ് നമ്മൾ കോഡ്, ആ കോഡും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വൈൽ ലൂപ്പ് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഡു വൈൽ കൊടുക്കുന്നത്, ആദ്യം ഡു കൊടുക്കും, അതാണ് ചെയ്യാൻ പറയും, ഇത് എക്സിക്യൂട്ട് ചെയ്യുക. വൈൽ എപ്പോഴാണ്, ആ കണ്ടീഷൻ പാസ് ചെയ്ത് കൊടുക്കും, ടൈം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.
സെയിം കോഡ് തന്നെയാണ്. ടൈം എക്കോ ചെയ്യും, 3 ഡോട്ട് കൂടെ അപ്പൻഡ് ചെയ്യും, പിന്നെ ടൈം അടുത്ത കണ്ടീഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടൈം മൈനസ് ചെയ്യും. ബ്രൗസറിലൊന്ന് ചെക്ക് ചെയ്യാം. കൗണ്ട് ഡൗൺ യൂസിങ് ഡു വൈൽ ലൂപ്പ്. അപ്പോൾ ഡു വൈൽ ലൂപ്പ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സെയിം രീതിയിലാണ് വർക്ക് ചെയ്തത്. ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടില്ലെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് ഒരു തവണ ഇത് എക്സിക്യൂട്ട് ആവും. ഇവിടെ ഞാൻ നേരത്തെ -1 കൊടുത്തപ്പോൾ വൈൽ ലൂപ്പ് അത് വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ -1 കൊടുക്കുകയാണ്. കൊടുത്തിട്ട് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ -1 പിന്നെ ബ്ലാസ്റ്റ് ചെയ്തു. അതായത് ഒരു തവണ ഈ കണ്ടീഷനുള്ളിൽ കയറും. ഈ കണ്ടീഷൻ ട്രൂ ആയിട്ടില്ലെങ്കിൽ കൂടെ ഇതിൻ്റെ ഉള്ളിൽ കയറും. എപ്പോഴാണ് എക്സിറ്റ് ആവുന്നത്? ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്ന സമയത്താണ് എക്സിറ്റ് ആവുന്നത്. സാധാരണ നമ്മൾ വൈൽ ലൂപ്പും ഡു വൈലൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മൾ ഡാറ്റാബേസിൽ നിന്നൊക്കെ ഡാറ്റ റീഡ് ചെയ്ത് ഓരോ റോ റീഡ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ലൂപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യാനോ അത് പ്രിൻറ്റ് ചെയ്യാനോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ വൈൽ ലൂപ്പൊക്കെ ഉപയോഗിക്കുന്നത്.